ഹായ്, വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് നമുക്കുണ്ടാവും. ഈ വർക്കൗട്ടൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ലോസ് എടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഷുഗർ കട്ട് ചെയ്യുക. അതായത് വൈറ്റ് ഷുഗർ നിങ്ങൾ കഴിക്കുന്ന ആളാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. കാരണം ഞാൻ ഭയങ്കര വൈറ്റ് ഷുഗർ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഞാൻ ശരിക്കും പഞ്ചസാര മധുരം ഇഷ്ടം പോലെ കഴിക്കുമായിരുന്നു. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. സ്വീറ്റാണോ സ്പൈസാണോ കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ ഒന്നും നോക്കാതെ സ്വീറ്റ് ചെന്ന് പിടിക്കും. ചോക്ലേറ്റിനോടൊക്കെ ഭയങ്കര ക്രേവിങ്ങുള്ള ആളായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് വെയിറ്റ് ലോസിൻ്റെ സമയത്ത് എനിക്ക് എന്തൊക്കെ ഷുഗർ കട്ട് ചെയ്തത് കൊണ്ട് വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മെയിനായിട്ട് എനിക്ക് വന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ് ഒന്ന് ഗ്ലോ ആവുകയാണ് ചെയ്തത്. കാരണം മുൻപത്തെ എൻ്റെ വെയിറ്റ് ലോസിന് മുമ്പുള്ള ഒരു ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര ചബ്ബിയായിട്ട് ഭയങ്കര തടി തോന്നുന്ന ഒരു ഫേസായിരുന്നു. അന്ന് ആ ടൈമിൽ എനിക്ക് അതുപോലെ ശരിക്കും ഞാൻ ഈ പറയുന്ന ഓയിലി ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ ശരിക്കും കഴിക്കുമായിരുന്നു. നല്ല ഫുഡിയായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വന്നൊരു ഭയങ്കര ഒരു ചേഞ്ച്, ഈ ഫേസ് നന്നായിട്ടൊന്ന് ഗ്ലോ ആയി. ആ ഒരു തടിപ്പൊക്കെ പോയി നല്ലതൊന്ന് കുറച്ചും കൂടി ഒന്ന് ഫേസ് ഒന്ന് ഗ്ലോ ആവാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഭയങ്കര ഒരു രാവിലെയൊക്കെ ഉറക്കം എണീച്ച് കഴിഞ്ഞാൽ ഒരു മടിയായിരുന്നു എപ്പോഴും. കാരണം എപ്പോഴും എണീക്കുമ്പോഴത്തേനും വീണ്ടും ഉറങ്ങണം, വീണ്ടും കിടക്കണം, എന്നൊന്നിനും വയ്യ, ഇങ്ങനെയൊക്കെയുള്ളൊരു മടിയും ലേസിനെസ്സും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് എനിക്കൊന്ന് കുറയാൻ സാധിച്ചത് ഈ ഷുഗർ കട്ട് ചെയ്തപ്പോഴായിരുന്നു. കാരണം ഷുഗർ കട്ട് ചെയ്തതിന് ശേഷവും എക്സസൈസും കൂടെ ആയപ്പോൾ നല്ല പോലെ രാവിലേക്ക് എണീച്ചാൽ ആക്റ്റീവ് ആവാൻ തുടങ്ങി. നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട്, നേരത്തെ ഉറങ്ങാം. മറ്റേത് ഉറക്കവും ഈ പറയുന്ന പോലെ തന്നെ വളരെ താമസിച്ചായിരുന്നു, ഉറക്കം വരില്ല. ഷുഗർ കട്ട് ചെയ്തപ്പോഴും അതുപോലെ എക്സസൈസും കൂടെ ചെയ്തപ്പോൾ എനിക്ക് വന്നൊരു ഏറ്റവും വലിയൊരു റിസൾട്ടായിരുന്നു എനിക്ക് എൻ്റെ മടിയൊക്കെ ഒന്ന് കുറഞ്ഞ് ഭയങ്കര ആക്റ്റീവായത്. അതുപോലെ ഭയങ്കര ഹാപ്പി ഹോർമോൺസ് ആയിരുന്നു. എപ്പോഴും ടെൻഷൻസ് ഇല്ല, മൈൻഡ് എപ്പോഴും റിലാക്സ് ആണ്. ആ ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളൊരു ഷുഗർ കട്ട് ചെയ്ത് പോകുന്നത് ഈ ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങൾ വെയിറ്റ് ലോസ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം എക്സസൈസ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബോഡി പെയിൻ അനുഭവിക്കാനും ആദ്യത്തെ ഒരു 2-3 days ഒക്കെ നല്ല രീതിയിൽ ബോഡി പെയിൻസ് ഉണ്ടാവും. എക്സസൈസും ഒക്കെ പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളിപ്പോൾ ഇങ്ങനെ വിചാരിക്കുക, ഇപ്പോൾ ഇന്ന് തൊട്ട് അടുത്തൊരു 30 ദിവസത്തേക്ക് ഞാൻ ഷുഗർ കഴിക്കില്ല, ഞാൻ കംപ്ലീറ്റ്ലി ഷുഗർ കണ്ടൻറ്റ് വരുന്ന ഒരു ഫുഡ്സും കഴിക്കുന്നില്ല, അത് ബേക്കറി ആയിക്കോട്ടെ മറ്റെന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും മിനിമം നിങ്ങളൊരു 4 kg അടുപ്പിച്ചെങ്കിലും വെയിറ്റ് കുറയാൻ സാധ്യതയുണ്ടാവും. കാരണം ഷുഗർ എന്ന് പറയുന്നത് നമ്മളെ അഡിക്ഷൻ പോലെ കൊണ്ട് നടക്കുന്നൊരു ഫാക്ടറാണ് ഷുഗർ എന്ന് പറയുന്നത്. നമുക്ക് ഷുഗർ ഇല്ലാതെ പറ്റില്ല. ചിലർക്ക് ഒട്ടും ഷുഗർ, അങ്ങനെ ഒരു കാറ്റഗറി പെടുന്ന ഒരാളായിരുന്നു ഞാൻ. ഷുഗർ ഇല്ലാതെ ചായ വേണ്ട, കോഫി വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ പറഞ്ഞിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഈവൻ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് പോലും ഞാൻ ഷുഗർ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കോഫിയും ചായയൊക്കെ ഒഴിവാക്കിയ ഒരാളാണ്. അല്ലാതെ ഈ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് ഒരു നേരം ചായയോ കോഫിയോ കുടിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ വെയിറ്റ് ലോസ് ഒന്ന് കട്ടായിരിക്കുകയാണ്. എനിക്ക് ഡയറ്റ് ഒന്ന് പ്രോപ്പർ ചെയ്യാൻ കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണം പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചായയിലൊക്കെ ഒന്ന് ജസ്റ്റ് പഞ്ചാര ഇട്ട് കുടിക്കും. അത് അധികമൊന്നുമില്ല, അര ടീസ്പൂണൊക്കെ ഇടുള്ളൂ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് നിങ്ങൾ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ ഒരു 1 week തന്നെ നിങ്ങൾ ഷുഗർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ഇത് പ്രോപ്പർ ചെയ്യുമ്പോഴത്തേനും പിന്നെ നമുക്ക് ഷുഗറിനോട് വലിയ രീതിയിലുള്ളൊരു ഇഷ്ടം തോന്നുന്നില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് കട്ടായിക്കോളും. അപ്പോൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. വെയിറ്റ് ലോസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഷുഗർ കട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. നമ്മളതിന് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അല്ലാതെ ഷുഗർ കട്ട് ചെയ്യാതെ വേറെ എന്തെങ്കിലും പറ്റും. വെയിറ്റ് ലോസ് എടുക്കാൻ നിങ്ങളിപ്പോൾ ആരടുത്ത് ചോദിച്ചാലും മെയിനായിട്ട് പറയും ഷുഗർ കട്ട് ചെയ്യാൻ തന്നെ പറയും. പ്രോപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ എനിക്ക് സെറ്റ് ആയിട്ടുണ്ട്. ആദ്യത്തെ ഒരു 2 weeks നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ ഇത് പ്രോപ്പർ ചെയ്ത് കൊണ്ടുപോകാൻ കുഴപ്പമില്ല. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്മൂത്തി എന്താണ് കുടിച്ചത്, അത് എന്ത് സ്മൂത്തിയാണ് കുടിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഓട്സിൻ്റെ സ്മൂത്തിയാണ് കുടിച്ചത്. അപ്പോൾ എന്താണ് അതിൻ്റെ റെസിപ്പി എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.